ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന വിശേഷണത്തിലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിനെ വലിയൊരു രാജ്യമായി വികസിപ്പിച്ചെടുത്തതും നിരവധി പുരോഗതിയിലേക്ക് നയിച്ചതും മാർത്താണ്ഡവർമ്മ തന്നെ. തിരുവിതാംകൂറിന്റെ ഭരണം 1729 ഏറ്റെടുത്ത അദ്ദേഹത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അതൊക്കെ അദ്ദേഹം സധൈര്യം നേരിട്ട് തിരുവിതാംകൂറിനെ വലിയൊരു രാജ്യമാക്കി മാറ്റുകയും ശക്തമായൊരു സൈന്യത്തെ സൃഷ്ടിക്കുകയും ചെയ്ത മാർത്താണ്ഡവർമ്മ മികച്ചൊരു ഭരണാധികാരിയായി പ്രശംസ നേടുകയും ചെയ്തു. അതുമാത്രമല്ല, എട്ടുവീട്ടിൽ പിള്ളമാരുടെ അധികാരത്തിൽ സ്വതന്ത്രമായി ഭരണം നടത്തുവാൻ കഴിയാത്ത ഒരവസ്ഥയും അന്നുണ്ടായിരുന്നു. എട്ടുവീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയെ വധിക്കുവാൻ വരെ ഗൂഢാലോചനകൾ നടത്തി. അങ്ങനെ നിരവധി പ്രതിസന്ധികൾ മാർത്താണ്ഡവർമ്മയ്ക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ അന്നും പ്രതിസന്ധികളെ മാർത്താണ്ഡവർമ്മ സധൈര്യം നേരിട്ടുകൊണ്ടുതന്നെ അദ്ദേഹം രാജ്യഭരണം നടത്തി. ശക്തമായൊരു സൈന്യം രൂപീകരിക്കുക എന്നതായിരുന്നു അദ്ദേഹം ഏറെ പ്രധാനമായി ചിന്തിച്ചത്. സൈന്യങ്ങളെ നിയന്ത്രിക്കുവാനുള്ള അധികാരം മാടമ്പിമാർക്കും എട്ടുവീട്ടിൽ പിള്ളമാർക്കുമായിരുന്നു. ആ രീതികൾക്ക് മാറ്റം വരുത്തുവാൻ തന്നെ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു.